എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപ്പു. പുറത്തിപ്പോഴും നല്ല മഴയാട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെ ഹെവി ആയിട്ടുള്ള മഴയല്ല, ഇങ്ങനെ നിന്ന് പെയ്യുന്ന ഒരു മഴയില്ല, ലൈറ്റായിട്ട്. മഴ രാവിലെ തൊട്ടേ ഉണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ മൂടിക്കിടക്കുക അവിടെ. ഇതിന് ചുറ്റും കുറേ വലിയ മലകളുണ്ട് കേട്ടോ, പക്ഷെ അതിപ്പോൾ കാണാൻ പറ്റില്ല. അപ്പം നല്ല മഴ, ഒരു 1 വീക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് മഴയായപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ. അപ്പം ഞാനിപ്പോൾ മഞ്ഞ് മൂടിയിട്ടേ ഉള്ളത്. മഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ആ മലയൊക്കെ ഫുള്ള് നിങ്ങളെ കാണിച്ചത്. നല്ല രസമാണ് മല കാണാൻ വേണ്ടിയിട്ട്. പാലക്കാട് കോയമ്പത്തൂർ ബൈപ്പാസിൽ പോകുമ്പം കാണാൻ പറ്റും ആ മലനിര ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതൊരു ദിവസം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ അത് കാണാൻ പറ്റില്ല, അതിങ്ങനെ മൊത്തം മൂടി കിടക്കാതെ. ഈ തണുപ്പത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഒരു വെറൈറ്റി എഗ് ദോശയാണ്, മുട്ട ദോശയാണ് ചെയ്യാൻ പോകുന്നത്. മുട്ട ദോശ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഒരുപാട് വെറൈറ്റി അല്ല, ഒരുപാട് റെസിപ്പീസ് മുട്ട ദോശയെ പറ്റി കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി മുട്ട ദോശ തന്നെയാണ്. ഇതിലുപയോഗിച്ചിരിക്കുന്ന മാവ് എന്ന് പറയുന്നത് ദോശമാവാണ്. ദോശമാവിൻ്റെ അരി ഉഴുന്നും ചേർത്തുള്ള മാവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ മാവ് തന്നെ കുറച്ച് തിക്നെസ്സിൽ എടുക്കുകയാണെങ്കിൽ, അതായത് ഇഡ്ലിയുടെ ഒക്കെ ഒരു പരുവുണ്ട്, ഇഡ്ലി മാവിൻ്റെ ഒരു കട്ടിയിൽ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി ദോശമാവ് ഇല്ലെങ്കിൽ ഇഡ്ലി മാവാണെങ്കിലും മതി, അതായിരിക്കും ദോശമാവിനേക്കാളും കുറച്ചും കൂടി നല്ലത്. പിന്നെ സുജിത്തിൻ്റെ അടുത്തൊരു കാര്യം പറയേണ്ടത് എന്താ വെച്ചാൽ, മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇൻട്രോ എടുക്കാൻ നേരത്ത് കുറച്ച് സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഇൻട്രോ ചെയ്താൽ ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സ്റ്റൈലിന് വേണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. കുക്കിങ്ങിന് പോകുമ്പോൾ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കെട്ടി വെച്ച് നീറ്റായിട്ട് തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. നന്നായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവോളയ്ക്ക് കുറച്ച് കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, 1 പിടി മല്ലിയില. പച്ചമുളകിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി എണ്ണയ്ക്കകത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അടുത്ത് നമുക്ക് ഗരം മസാല പൗഡറാണ് കേട്ടോ ഇത്. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ഡ്രൈ ആയി പോരുത്, ഉള്ളി ഒന്നും ഫ്രൈ ആവാൻ പാടില്ല കേട്ടോ. ഇതുപോലെ നല്ലോണം ഒരു നനവിലുണ്ടാവണം, എന്നാൽ മാത്രമേ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും, അല്ലെങ്കിൽ ദോശ ഇങ്ങനെ ഉണങ്ങിപ്പോവും. മസാല ഇത്രയും നേരം നമ്മൾ വഴറ്റിയെടുത്തത് ചെറിയ തീയിലാണ്, തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്കിതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നടുക്ക് ചെറിയൊരു സ്പേസ് ആക്കിയിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഒഴിച്ച ഉടനെ തന്നെ തീ കുറച്ച് കൂട്ടി വയ്ക്കണം. തീ കൂട്ടി വെച്ചിട്ട് വേണം പെട്ടെന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ച ഉടനെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കല്ല, ചിലപ്പോൾ എവിടെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ദോശയ്ക്ക് ആവശ്യമുള്ള മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നടുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു കുഴി പോലെ ആക്കി കൊടുത്തിട്ട് ഒരു ദോശയ്ക്ക് ആവശ്യമുള്ള ദോശമാവ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് തിക്നെസ്സിലാണ് ഉള്ളത്. ഇനി ഇത് ആ സ്പൂൺ വെച്ചിട്ട് മാവും മസാലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ, തീ കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാം കൂടി അടുപ്പിച്ച് ഇതേപോലെ ഒരു ദോശയുടെ ഷേപ്പിലേക്ക് ആക്കിയിട്ട് തട്ടിപ്പൊത്തി നമുക്കിത് മൂടി വെച്ചിട്ട് അടിപൊളി എഗ് ദോശ ആക്കിയിട്ട് എടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് എണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് അടുത്ത സൈഡും വേകാനായിട്ട് മറിച്ചിടാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സോഫ്റ്റ് ആയിട്ടുള്ള എഗ് ദോശയാണിത്. അപ്പം നിങ്ങൾ ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ചട്നിയുടെ കൂടെ മാച്ച് ആകുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു ദോശയാണ്. ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. പുതിന ചട്നി, മല്ലിയില ചട്നി, തേങ്ങാ ചട്നി, ഉള്ളി ചട്നി, പിന്നെ തക്കാളി ചട്നി ഏത് വേണമെങ്കിലും ഇതിന് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും. അപ്പം നമുക്ക് ഉടനെ തന്നെ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.